യഹൂദന്മാരുടെ പെസഹായിൽ അറുക്കപ്പെടുന്ന കുഞ്ഞാടും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗവും തമ്മിൽ അനേകം സാമ്യതകളുണ്ട്. പെസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ യേശുവും ക്രൂശീകരിക്കപ്പെട്ടു. പെസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടതോടുകൂടെ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നും യഹൂദർ പുറപ്പാട് ആരംഭിച്ചു. അതുപോലെ തന്നെ യേശുവിൻ്റെ യാഗത്തോടുകൂടെ മാനവജാതി പാപത്തിൻ്റെ അടിമ വീടിൽ നിന്നും സ്വർഗീയ പ്രയാണം ആരംഭിക്കുന്നു. അറുക്കപ്പെടുന്നതിന് 4 ദിവസത്തിന് മുൻപ് ഒരു പെസഹാ കുഞ്ഞാട് അറുക്കപ്പെടുന്ന ഭവനത്തിൽ തയ്യാറായി നിൽക്കണമായിരുന്നു. അതുപോലെ യേശുവും തൻ്റെ യാഗത്തിന് മുൻപ് ഒരു കഴുതയുടെ പുറത്ത് കയറി യെരുശലേമിൽ വന്ന് തയ്യാറായി നിന്നു. യാഗക്കുഞ്ഞാടിന് മുറിവുകളോ ന്യൂനതകളോ ഉണ്ടായിരിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ യേശുവും ജന്മപാപവും കർമ്മപാപവുമില്ലാതെ പരിപാവനനായിരുന്നു. യാഗമൃഗത്തിൻ്റെ വയസ്സ് 1 വയസ്സായിരിക്കണം. 1 വയസ്സ് സൂചിപ്പിക്കുന്നത് യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഇളം പ്രായമാണ്. അതുപോലെ തന്നെ യേശു യാഗമായപ്പോൾ തൻ്റെ യൗവനത്തിൽ 33 വയസ്സിലായിരുന്നു. യഹൂദന്മാർക്കെല്ലാവർക്കുമായി ഒരാട് മാത്രം അറുക്കപ്പെട്ടാൽ പോരായിരുന്നു. എല്ലാ കുടുംബത്തിനും ഒരാട് എന്ന നിലയിൽ അവർ അത് വ്യക്തികളായി അനുഭവിക്കേണ്ടിയ ഒരു യാഗമാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ യാഗം എന്നതും എല്ലാ വ്യക്തികളും നേരിട്ട് അനുഭവിക്കേണ്ട രക്ഷാനുഭവമാണ്. നീസ മാസം 14-ാം തീയതി പെസഹായുടെ രാത്രിയിലാണ് യാഗമൃഗം അറുക്കപ്പെടുന്നത്. യേശുവും ബലിയായത് നീസാൻ മാസം 14-ാം തീയതി യാഗത്തിൻ്റെ സമയമായിരുന്നു. യാഗമാകുന്ന ആടുകളുടെ ഒരു എല്ല് പോലും ഒടിയരുത് എന്ന നിയമമുണ്ടായിരുന്നു. യേശുവും മണിക്കൂറുകളുടെ പീഡനങ്ങളിലൂടെയും ചാട്ടവാറടികളിലൂടെയും ക്രൂശീകരണത്തിലൂടെയും കടന്നുപോയിട്ടും ഒരു എല്ല് പോലും ഒടിയപ്പെട്ടില്ല. യാഗം കഴിഞ്ഞാൽ യാഗമായ കുഞ്ഞാടിൻ്റെ മാംസം സകലതും ഒട്ടും മിച്ചം വയ്ക്കാതെ അവർ കഴിക്കണമായിരുന്നു. രാത്രിയിൽ മാംസം വെളിയിൽ ഉണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ശരീരവും ക്രൂശുമരണത്തിൻ്റെ അന്ന് തന്നെ ക്രൂശിൽ നിന്നും കല്ലറയിൽ കൊണ്ടുവന്നു. ക്രൂശീകരണത്തിലൂടെ കടന്നുപോയ ശരീരങ്ങൾ ചിലപ്പോൾ ദിവസങ്ങളോളം ക്രൂശിൽ കിടക്കുക എന്നതായിരുന്നു സാധാരണയായി സംഭവിച്ചിരുന്നത്. യഹൂദന്മാരുടെ ആദ്യജാതൻ്റെ സ്ഥാനത്താണ് കുഞ്ഞാട് പകരമായി യാഗമായത്. അതുപോലെ തന്നെ യേശു നമുക്ക് വേണ്ടി യാഗമായി ദൈവസന്നിധിയിൽ എന്നേക്കും വസിക്കുന്ന പുതിയ തലമുറയുടെ ആദ്യജാതനായി. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം എല്ലാ യഹൂദ ഭവനങ്ങളുടെയും കട്ടിളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടണം എന്നതാണ് നിയമം. ഈ രക്ത അടയാളം കാണുന്ന സംഹാരദൂതൻ ആ ഭവനങ്ങളെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഏതൊരു വ്യക്തിയും സാത്താനിൽ നിന്നും നരകത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും മോചനം നേടുന്നു. പിന്നീട് നടന്ന പെസഹാ യാഗമൃഗങ്ങളുടെ ബാക്കി വന്ന ഭാഗങ്ങൾ നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി ദഹിപ്പിച്ച് കളയുമായിരുന്നു. അതുപോലെ യേശുവിൻ്റെ ക്രൂശീകരണം നടന്നതും പട്ടണത്തിന് വെളിയിൽ കാൽവറി മലയിലായിരുന്നു. ഒരു യാഗമൃഗം കടന്നു പോകുന്നതിലും അധികം പീഡയിലൂടെ യേശു കടന്നുപോയി. യേശു നമുക്കായി 39 തവണ ചാട്ടവാറടിയേറ്റു. യേശുവിൻ്റെ വിലാപ്പുറം കുത്തിത്തുറന്നു. യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം അണിയിച്ചു. കാലുകളും കൈകളും ആണികളാൽ അടിക്കപ്പെട്ടു. യഹൂദന്മാരുടെ എല്ലാ യാഗങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും നിബന്ധനകളും യേശു തൻ്റെ പരമയാഗത്തിലൂടെ നമുക്കെല്ലാവർക്കും വേണ്ടി നിവർത്തിച്ചു. 3-ാം നാൾ യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ യാഗത്താൽ നമുക്ക് പാപക്ഷമയും ആത്മസൗഖ്യവും ലഭിക്കുന്നു. യേശുവിൻ്റെ യാഗത്താൽ നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് നിത്യജീവന് അവകാശികളാകുന്നു. യേശു നമ്മുടെ മശിഹയാണ്. യേശു നമ്മുടെ വിമോചകനാണ്. യേശു നമ്മുടെ പാപരക്ഷകനാണ്. ചോദ്യം ഇതാണ്: താങ്കൾ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് യേശു നിങ്ങളുടെ സ്വന്തം രക്ഷകനെന്ന് ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ടോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ട സ്വർഗം വീട്ടവൻ എനിക്കായി കരുതാതിരിക്കും.